ഹലോ ഗൈസ്, ഇപ്പോൾ കുറേ കാലമായി ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, എൻ്റെ മടി കൊണ്ടാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഈ ഫ്ലവർ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. കുറച്ച് എസ്തെറ്റിക് ആയിക്കോട്ടെ. ഇത് ഞാൻ നടക്കാൻ പോകുന്ന ടൈമിൽ വൈകുന്നൊക്കെ പറിക്കുന്നതാണ് കേട്ടോ. ബട്ട് ഇന്നത്തെ വീഡിയോ ഈ ഫ്ലവേഴ്സിനെ പറ്റിയൊന്നുമല്ല. 5 days മുന്നേ എൻ്റെ വാപ്പച്ചി ഗൾഫിൽ നിന്ന് വന്നിക്ക്. എനിക്കാണെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാം ആയതുകൊണ്ട് വീട്ടിൽ പോകാനോ വാപ്പച്ചിനെ മീറ്റാക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ലായിരുന്നു. ഇന്ന് എനിക്ക് എക്സാം കഴിഞ്ഞു. അതുകൊണ്ട് ഉമ്മച്ചിയും വാപ്പച്ചിയും പിന്നെ അനിയത്തി കുഞ്ഞാവയും കൂടി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ട്. ഓല് ഇവിടേക്ക് ഒരു 6 മണീൻ്റെ മുന്നേ വരുന്നതിനും പറഞ്ഞത്. ഇവിടെ ആണെങ്കിൽ കറക്റ്റ് 6 മണിക്ക് ഹോസ്റ്റലിൻ്റെ മെയിൻ ഗേറ്റും പിന്നെ കോളേജിലേക്കുള്ള മെയിൻ ഗേറ്റും അടയ്ക്കും. സോ അഥവാ ഒരു ലേറ്റ് ആയാലും വിചാരിച്ചിട്ട് ഞാൻ ഒരു 5:45 തന്നെ ഹോസ്റ്റലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്ന്. ഞാൻ പുറത്തെത്തിയാൽ എൻ്റെ ഹോസ്റ്റലിൻ്റെ വാർഡൻ ബേബി മാം ഇവിടുന്ന് ചെടി നനയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം മിസ്സിനോട് വർത്താനമൊക്കെ പറഞ്ഞ് മിസ്സിൻ്റെ മിനി ഗാർഡനൊക്കെ നോക്കി നിന്ന്. ഞാൻ ഒരു 10 മിനിറ്റ് വെയിറ്റ് ആക്കുമ്പോഴത്തേക്ക് ഉമ്മച്ചും വാപ്പച്ചും വന്നിക്കിട്ടോ. എൻ്റെ വാപ്പച്ചി വന്നു ഗായ്സ്. എൻ്റെ വ്ളോഗ് കളിക്കുന്ന കുഞ്ഞിപ്പോയോ അന്നല്ലേ. എന്നെ പിക്ക് ചെയ്തിട്ട് വാപ്പച്ചിയും ഉമ്മച്ചിയും പറഞ്ഞ് ഞാനിപ്പം കഴിഞ്ഞ ഒരു മാസമായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ നിന്ന് പുറത്തൊന്നും പോകാണ്ട് ഇങ്ങനെ പഠിക്കുകയാണല്ലോ. അപ്പം എക്സാം കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ബീച്ചിൽ പോകാമെന്ന്. ഇതാണ് ഗൈസ് എൻ്റെ ഉമ്മച്ചി ആൻഡ് ദിസ് ഈസ് മൈ വാപ്പച്ചി. വൈകിട്ട് നമ്മളൊരു പീടിയെ കയറി ചായയൊക്കെ കുടിച്ച് ലോകത്ത് എന്തൊക്കെ പൊട്ടത്തരങ്ങൾ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യുന്ന ഒരു പൊട്ടത്തിയാണ് ഗൈസ് എൻ്റെ അനിയത്തി. കാറിന് സ്വന്തമായിട്ട് ഐലൈനർ ഇടാൻ നോക്കിയാൽ അതും ഒരു മിററോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വാപ്പച്ചി കുറച്ച് സാഡ് ആൻഡ് ഇമോഷണൽ പാട്ടൊക്കെ വെച്ച്. അപ്പം ഞാനിതാ ഡിപ്രഷൻ അഭിനയിച്ചിരിക്കുന്നത് കണ്ടോ ഗൈസ്. ശരിക്കും ഡിപ്രഷനുള്ള പോലെയല്ലേ എന്നെ കാണാൻ. അങ്ങനെ ഫൈനലി നമ്മൾ ബീച്ചിലെത്തി ഗൈസ്. ഞാൻ ബീച്ച് മോഡിഫൈ ചെയ്യുക, എന്താ പറയുക, റിനോവേറ്റ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഗൈസ് ബീച്ചിൽ വരുന്നത്. സാധാരണ ഇയാളെപ്പോൾ ബീച്ചിൽ വന്നാലും നമ്മളിങ്ങനെ നേരത്തെ ഇങ്ങനെ എറിഞ്ഞിട്ടിട്ടോ എന്ന് പൊട്ടിക്കുന്ന സംഭവമല്ലേ, അതോ അല്ലെങ്കിൽ ഇങ്ങനെ ഊതി പറപ്പിക്കുന്നതോ വാങ്ങും. ഈ പ്രാവശ്യം എന്താണെന്നറിയാലോ, മറ്റേ പൊട്ടിക്കുന്ന സംഭവം വാങ്ങാൻ മറന്നുപോയി. ഊതി പറപ്പിക്കുന്നത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അത് വാങ്ങിയോണ്ട് തന്നെ പട്ടി ഷോയിനും ഫുള്ള് അത് വീർപ്പിച്ച് എന്തൊക്കെ കളി കളിക്കാൻ പറ്റുമോ അതൊക്കെ കളിച്ചിക്ക്. ഇതൊക്കെ നമ്മളെന്തോ വലിയ കാര്യം ചെയ്യുന്നതെന്നുള്ള രീതിയിൽ വാപ്പച്ചിയും മച്ചും കൂടി വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ്. ഈ ബലൂൺ കണ്ടോ, ഇത് വാങ്ങിത്തരുമെന്ന് ഞാൻ വാപ്പച്ചിനോട് കുറേ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ വാപ്പച്ചി വാങ്ങി തന്നില്ല ഗൈസ്. പിന്നെ കപ്പിൾസിന് കുറച്ച് പ്രൈവസി കൊടുത്തിട്ട് ഞാനും കുഞ്ഞാവയും കൂടി എങ്ങോട്ടല്ലോ തണ്ടിത്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. എന്തെങ്കിലും തിന്നണ്ട വിചാരം. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇതാ ഊതി പറപ്പിക്കുന്ന സാധനം കൊണ്ട് എൻ്റെ കുഞ്ഞാവൻ്റെ പട്ടിഷോ. പക്ഷെ ശരിക്കിത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഊതുമ്പോൾ ബബിൾസ് ഉണ്ടാകുന്ന കാണാൻ ശരിക്കും ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കാര്യമാണ് ഗൈസ്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. പിന്നെ ബീച്ചിൽ വന്ന വകയിൽ സ്റ്റോറിയൊക്കെ ഇടാനായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഈ ഒരു കുതിരനെ എനിക്ക് വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കതിന് തൊടാനും പേടിയാന്ന്, എൻ്റെ അടുത്ത് പൈസയില്ല, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ച്. ഫുഡ് കഴിച്ച് പിന്നെ കുറച്ചുകൂടിയും ബീച്ചിൽ ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചതിന് ശേഷം
ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇനി പോകുന്ന വഴിക്കൽ ഫുഡ് കഴിക്കണം, അങ്ങനെ ഓരോ പണിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഫോണിൽ ചാർജ് തീർന്ന് ഓഫായിപ്പോയി ഗൈസ്. അപ്പോൾ എനിക്ക് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.